നമ്മളിങ്ങനെ സർവീസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് ചിലവുള്ള കാര്യമാണ്. ഒരു 2500 രൂപ 3000 രൂപയൊക്കെ റേറ്റ് വരും ചെയ്ത് കൊടുക്കുന്നത്. ഇത് പുതിയത് മേടിക്കണമെങ്കിൽ 25,000 രൂപ മുതൽ 28,000 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. അതാണ് ഒരു പുതിയ ചാർജറിന്റെ വില. അതുകൊണ്ടിപ്പോൾ നന്നാക്കി ഉപയോഗിക്കുമ്പോൾ അത്രയും നമുക്ക് ചെറുനാൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഓട്ടോയുടെ ചാർജറും അതോടൊപ്പം തന്നെ കാറിന്റെ ചാർജറും വ്യത്യാസമുണ്ടല്ലേ? അതുണ്ട്. കാറിന്റെ ചാർജർ ഞാൻ ചെയ്തിട്ടില്ല. നിലവിൽ നമുക്ക് ഓട്ടോയുടെ ചാർജർ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, കൊണ്ടുവരുന്നുള്ളൂ. കാരണം ഇപ്പോൾ 5 വർഷമൊക്കെ കാറിന്റെ ചാർജറിന് സർവീസ് വാറണ്ടി കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ മുരിക്കാശ്ശേരിക്ക് അടുത്ത് മൂങ്ങാപ്പാറ ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ ഇലക്ട്രിക് ടാക്സി, വിൽ ടാക്സി എന്ന പേരിൽ ഏതാണ്ട് കുറെ നാളുകളായിട്ട് തന്നെ ഇത് ഓടിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ ബൈജു. നമസ്കാരം. നമസ്കാരം. എന്താ കയ്യില്? ഇതിന്റെ ചാർജറാണ്, ഈ വണ്ടിയുടെ ചാർജറായത്. അപ്പോൾ ഇത് ഞാൻ വണ്ടി മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പലരും എന്റെ ചാർജർ നന്നാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ ചാർജർ സർവീസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ സർവീസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിനോടൊപ്പം തന്നെ. ടാക്സി ഓടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ ചാർജറുകളും സർവീസ് ചെയ്യുന്നുണ്ട്. അത് ശരി. ഇപ്പൊ നിലവിൽ ഒരു ചാർജറാണ് സർവീസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അത് സർവീസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മോസ്ഫെറ്റ് ഒക്കെ മാറ്റി കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സികൾ, ഇത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങിക്കൊണ്ട് വണ്ടികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? EV കാറുകളുണ്ട്, അതുപോലെ ഓട്ടോകളുണ്ട്, എല്ലാത്തരം വാഹനങ്ങൾ. ഇപ്പോൾ ഹെവി വാഹനങ്ങൾ, ലൈറ്റ് ഹെവി വാഹനങ്ങളൊക്കെ EV വരുന്നുണ്ട്. ശ്രീ ബൈജുവിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഒരു ജ്ഞാനം? നിലവിൽ ഞാൻ ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാഹനം എടുക്കാൻ തീരുമാനിച്ചതും ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നതും. ഒപ്പം തന്നെ ഇത് സർവീസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങനെ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ പരിസരത്ത് ഇത്തരത്തിലുള്ള സർവീസ് നിലവിൽ ഇതിന്റെ കമ്പനിയിൽ മാത്രമേ ഇതിന്റെ ഒരു സർവീസ് ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാറണ്ടി കഴിഞ്ഞാൽ മാത്രമേ പിടിക്കുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നു കംപ്ലൈന്റ്? ഇതിന്റെ മോസ്ഫെറ്റ് പോയതായിരുന്നു. അപ്പൊ അത് ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാലും സാധാരണ പോകുന്ന അതാണ്. ഓവറോൾട്ടൊക്കെ വരുമ്പോൾ സാധാരണ ഇതാണ് അടിച്ചു പോകുന്നത്. എന്താ പോകുന്നത്? മോസ്ഫെറ്റ്. അപ്പൊ അത് മാറി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ശരി. നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ ഈ ചാർജർ കുത്തിയാലാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. എത്ര ടൈം വേണ്ടി വരും നമുക്ക്? ഇത് സാധാരണ ഒരു 3-3.5 മണിക്കൂർ വേണം ഈ ഓട്ടോ ചാർജ് ഫുൾ ആവാനായിട്ട്. ചാർജർ അങ്ങനെയാണ് ഇതിന്റെ ഒരു കമ്പനി പറയുന്ന ഒരു ടൈം. ഒരു EV ഓട്ടോ കൈവശമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതിനെന്തൊക്കെയാണ് ഇതിന്റെ കംഫർട്ട്, ഇതിനെന്തൊക്കെയാണ് ഗുണങ്ങൾ തോന്നിയിട്ടുള്ളത്? അതായത് നമ്മൾ ഇന്ധന ചെലവ് വളരെ കുറവുണ്ട്. ഒരു 100 താഴെ ഒരു ദിവസം നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1500 രൂപയ്ക്ക് വരെ ഓടാം. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. ഓട്ടോ ഉണ്ടെങ്കിൽ. പിന്നെ ഓട്ടം കുറയുന്നതനുസരിച്ച് ബാക്കി മിച്ചമുള്ള ഇന്ധനം അതിൻ്റെ അകത്ത് കടന്നോളും. അങ്ങനെയും മിച്ചമാണ്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇത് എന്തെങ്കിലും സ്കീമിൽ കിട്ടിയതാണോ താങ്കൾക്ക്? അതെ. ഞാനൊരു PMEGP, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അത് മുഖാന്തരം നമ്മൾ ചെയ്തതാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ ലോൺ ഉപയോഗിച്ച് നമ്മളെടുത്ത വാഹനമാണിത്. വളരെ നന്നായിട്ട് പോകുന്നു. അല്ല, ഇപ്പൊ ഈ ചാർജർ നമ്മളിങ്ങനെ സർവീസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് ചിലവുള്ള കാര്യമാണ്. ഒരു 2500 രൂപ 3000 രൂപയൊക്കെ റേറ്റ് വരും ചെയ്ത് കൊടുക്കുന്നത്. ഇത് പുതിയത് മേടിക്കണമെങ്കിൽ 25,000 രൂപ മുതൽ 28,000 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. അതാണ് ഒരു പുതിയ ചാർജറിന്റെ വില. അതുകൊണ്ടിപ്പോൾ നന്നാക്കി ഉപയോഗിക്കുമ്പോൾ അത്രയും നമുക്ക് ചെറുനാൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഓട്ടോയുടെ ചാർജറും അതോടൊപ്പം തന്നെ കാറിന്റെ ചാർജറും വ്യത്യാസമുണ്ടല്ലേ? അതുണ്ട്. കാറിന്റെ ചാർജർ ഞാൻ ചെയ്തിട്ടില്ല. നിലവിൽ നമുക്ക് ഓട്ടോയുടെ ചാർജർ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, കൊണ്ടുവരുന്നുള്ളൂ. കാരണം ഇപ്പോൾ 5 വർഷമൊക്കെ കാറിന്റെ ചാർജറിന് സർവീസ് വാറണ്ടി കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത്. ചാർജിങ് രീതി എങ്ങനെയാണ്? ചാർജിങ് രീതി ഇതിന്റെ AC കോഡിലേക്ക് കുത്തുന്ന ഏരിയയാണ്. അതെ, ഈ സൈഡ്. അത് AC കോഡിൽ കുത്തുക. ഇനി ഇത് വണ്ടിയിലേക്ക് കുത്തുന്ന ഏരിയയാണ്. ഈ സൈഡ് വണ്ടിയിലേക്ക് കുത്തുന്ന പോർഷനാണ്. ഇതിവിടെ ഒരു പ്ലഗ് ഉണ്ട്, അവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ശരി. പവർ ഓൺ ആക്കും. അങ്ങനെ നമ്മൾ ചാർജ് എത്ര സമയം ചാർജ് ചെയ്യേണ്ടി വരും? 3.5 മണിക്കൂറാണ് കമ്പനി പറയുന്നത് ഫുൾ ചാർജ് ആവാനായിട്ട്. ഫുൾ ചാർജ് ആയാൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും? 130 കിലോമീറ്ററിന്റെ വണ്ടിയാണിത്. 150 ഉണ്ട്. പിന്നെ ഇപ്പൊ കൂടുതൽ 100-203 ഒക്കെ വണ്ടി ഇറങ്ങുന്നുണ്ട് വേറെ കമ്പനിയുടെ. അതെ, ഇത് മഹേന്ദ്ര ട്രിയോയാണ്. ഇതിന് ശബ്ദമില്ല, പൊല്യൂഷൻ ഇല്ല. അതൊക്കെ ഇതിന്റെ ഒരു മെച്ചമാണ്. യാത്ര നല്ല കംഫർട്ടാണ്. അപ്പൊ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ കൂടിയായിട്ടുള്ള ബൈജു ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുക മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിന്റെ ചാർജർ എവിടെയെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അത് അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് സന്തോഷം.
വിൽ ടാക്സി എന്ന സംരംഭം നടത്തുകയാണ് ബൈജു. ബൈജുവിന്റെ കുടുംബാംഗങ്ങളാണിത്. ഒന്ന് പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്താം. ഇതെന്റെ വൈഫ് അമ്പിളി, ഇതെന്റെ മൂത്ത മോള് ഗൗരി ലക്ഷ്മി, ഇതെന്റെ രണ്ടാമത്തെ മോൻ ഗൗതം, ഇത് മൂന്നാമത്തെ മോൻ ഗൗരവ്.